ആദ്യം നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കന് മാത്രമല്ല അരിക്കും വേണ്ടിയിട്ടുള്ള സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കിലോ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഒരു 10-15 പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തക്കാളി, ഒരു 2 തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മല്ലിയിലയാണ്. അതേപോലെ തന്നെ പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചിക്കനാണ്. ഇത് ഏകദേശം 2.5 കിലോഗ്രാം ചിക്കൻ വരും. പിന്നീട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ. പിന്നെ അതിൽ വേണ്ടത് ഡാൽഡയാണ്. പിന്നെ നെയ്യ്, RKG നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളൊരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് മസാലയാണ്. അതിൽ മഞ്ഞൾപ്പൊടിയുണ്ട്, അതേപോലെ തന്നെ ഗരം മസാലയുണ്ട്, പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്നത് മട്ടൺ മസാലയാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഇതിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മട്ടൺ മസാല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അളവുകൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് 2.5 കിലോ ചിക്കന് വേണ്ടി വരുന്ന ആ അളവ്. അപ്പോൾ നമുക്ക് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് ഏകദേശം 1.5 കിലോ റൈസ് വരും, കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് ജീര മസാല റൈസാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇനി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസ് ആണ്. അപ്പോൾ റൈസ് വേവിക്കുമ്പം നമുക്ക് ഇടുന്നതിനുള്ള സ്പൈസസ് എന്ന് പറയുന്നത് ബേലീഫ് ഉണ്ട്, ജാതിപത്രിയുണ്ട്, തക്കോലമുണ്ട്, അതേപോലെ തന്നെ കറുവാപ്പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, പിന്നെ പെരിഞ്ചീരകമാണ്, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെപ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പൈസസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള മറ്റ് കണ്ടൻസ് കൂടി നോക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് നെയ്യാണ്. RKG നെയ്യ് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ വന്നിട്ട് ഡാൽഡ. അതുകൂടാതെ നമ്മൾ 1 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എസൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പൈനാപ്പിളിൻ്റെ പകരമാണ് ഈ പൈനാപ്പിൾ അരിഞ്ഞത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും 2 എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റൈസിന് വേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവുകൾ, ഇതെല്ലാം ചേർക്കുന്നതിൻ്റെ അളവുകൾ നമ്മുടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കാദ്യം സവാള എന്ന് വഴറ്റാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിനൊപ്പം നെയ്യ് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഡാൽഡ കൂടി ചേർക്കാം. നമ്മളിപ്പം ചിക്കനുള്ള സവാളയാണ് വഴറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊത്തം സവാളയിൽ നിന്ന് ഏകദേശം പകുതിയോളം ഇതിലേക്ക് ചേർക്കാൻ പോകണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ സവാള വഴറ്റി ചേർക്കുന്നത് കൂടാതെ കുറച്ച് സവാള നമ്മൾ ഫ്രൈ ചെയ്തും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ചെയ്യാം. ആദ്യം നമുക്ക് സവാള വഴറ്റാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ സവാള വഴന്നു വരുന്ന സമയത്തേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും.
അപ്പോൾ നമ്മുടെ തക്കാളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മട്ടൺ മസാല എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പൊടികളുടെ എല്ലാ പച്ചമണം പോകുന്നതുവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പുതിനയില ചേർക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് മല്ലിയില, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി വഴറ്റിയെടുക്കാം. പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവാള കൂടി ചേർക്കുകയാണ്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മുടെ ചിക്കൻ വെന്ത് തുടങ്ങുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കുറുകി വന്നോളും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത സവാളയും കൂടി അതിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിനി റൈസ് വേവിക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഡാൽഡ ചേർക്കാം. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബേലീഫ് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ജാതി പത്രി കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം 1.5 കിലോഗ്രാം അരിയാണ് ഇവിടെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൃത്യമായിട്ട് അളന്നൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാൻ പോവാണ്. ഏകദേശം 1.5 ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പിന്നെ പുതിനയില. അപ്പം പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. കറിവേപ്പില അപ്പാടെ തന്നെ ചേർത്തിരിക്കുകയാണ്.
ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനിയിപ്പം അരി വേവിക്കുന്നതിന് വെച്ചിരിക്കുന്ന ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കിലോഗ്രാം ബസ്മതി റൈസാണ് നമ്മൾ ചേർക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കൈ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കനും റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദം സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് തയ്യാറായിരിക്കും നമ്മുടെ ചിക്കൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മൊത്തം ചിക്കനും ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുക്കായിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കട്ട് ചെയ്ത പൈനാപ്പിൾ അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് വീണ്ടും പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ടോപ്പ് ലെയറിലും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള, ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബിരിയാണി ചെമ്പ് ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് നേരം ദം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചെറിയ തീയിൽ നമുക്ക് ദം ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് രുചിയിലുള്ള നല്ല അടിപൊളി ബിരിയാണി ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ ബിരിയാണി ചെമ്പ് നമുക്ക് തുറക്കാം. നമ്മുടെ ദം റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഒരു സലാഡ് തയ്യാറാക്കാം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു സലാഡാണ്. നമ്മളതിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട്. കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ലൂസാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വലിയ സവാളയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സലാഡ് തയ്യാർ. ഇതിലേക്ക് നമുക്ക് സാലഡ് വെള്ളരി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. നിർഭാഗ്യവശാൽ ഇപ്പോൾ സാലഡ് വെള്ളരി എൻ്റെ കൈവശമില്ല. അതുകൊണ്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സവാള ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്തിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ചെമ്പ് തുറക്കാൻ പോവാണ്. അടിപൊളി മണമാണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിരിയാണിയുടെ അതേ മണം. നമുക്കൊന്ന് ഇളക്കി ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം സെർവ് ചെയ്യാം. ഇനി നമുക്ക് കഴിക്കുന്നതിന് മുമ്പ് ഫൈനലായിട്ട് ഒരു ഐറ്റം കൂടിയുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പഞ്ചസാരയും ചേർത്ത് ഒരു 4-5 ദിവസം കൊണ്ട് അലിപ്പിച്ചെടുത്താണിത്. പിന്നെ പ്രത്യേകിച്ചൊരു റെസിപ്പിയൊന്നുമില്ല. എന്നിരുന്നാലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതുകൂടി ചേർത്ത് കഴിക്കുമ്പം സംഭവം അടിപൊളിയായിരിക്കും. നമുക്കപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി കഴിച്ചു നോക്കിയാലോ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞങ്ങളിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.